നമസ്കാരം സാറേ. നമ്മൾ ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ചിമ്മിനിയുടെ ഫ്ലെക്സിബിൾ ഹോസും, രണ്ട് നമ്മുടെ ഈ ബൾക്ക് ഹെഡ്, ഈ സീലിങ്ങിൽ വരുന്ന ഈ പ്രൊജക്ഷൻ. സീലിംഗ് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഡിസൈനിൽ ഇവിടെ ഒരു ചെറിയ ഒരു ഡിസൈനും കൂടെ വരും. അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഒരു 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 ചെറിയ ഒരു കോവും കൂടെ വരും. ആ കോവിനകത്തായിരിക്കും ലൈറ്റ് വരും. അതായത് ലൈറ്റ് എക്സ്പോസ്ഡ് ആയിരിക്കില്ല, ലൈറ്റ് മേളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഒരു കോവ് ലൈറ്റും കൂടെ വരുന്നുണ്ട്. അപ്പം ഈ കോവ് ലൈറ്റിൻ്റെ പർപ്പസും അതേപോലെ ഇതിലൂടെ ഈ ഫ്ലെക്സിബിൾ ഡക്റ്റും കൂടെ പോവുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ ആർക്കിടെക്റ്റിൻ്റെ ഡിസൈനിലുള്ളത്. അപ്പം ഈ ഡക്റ്റിൻ്റെയും ഈ വോൾ യൂണിറ്റിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഈ 30 സെൻറ്റിമീറ്റർ നമ്മൾ മൾട്ടിവുഡിലോ അല്ലെങ്കിൽ ആ ഡിസൈനിൽ ഇവിടെയും കൂടെ യൂണിറ്റ്സുകൾ വരിക. ഇവിടെയും കൂടെ യൂണിറ്റ്സുകൾ വന്നിട്ട്, അതായത് ലോഫ്റ്റ് യൂണിറ്റ് പോലെ, ലോഫ്റ്റ് യൂണിറ്റ് മേള് വരെ ലോഫ്റ്റ് യൂണിറ്റ് പോകാതെ ഒരു 30 സെൻറ്റിമീറ്ററിൽ ഒരു ലോഫ്റ്റ് യൂണിറ്റും കൂടെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിലാണ് ഡിസൈൻ. അപ്പോൾ നമുക്ക് അങ്ങനെ യൂണിറ്റ്സുകൾ വെക്കാം, അതിനകത്ത് ഇഷ്യൂ ഇല്ല. അപ്പോൾ ബഡ്ജറ്റ് വീണ്ടും കൂടും. പിന്നെ അതിനകത്ത് എന്തൊക്കെ സാധനം വെക്കാം, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസസ് ഉണ്ട്. ഇപ്പം ഈ ഡിസൈനകത്ത് നമുക്ക് ഈ 30 സെൻറ്റിമീറ്റർ ഈ ബൾക്ക് ഹെഡും ഇവിടെയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഒന്ന്, ഈ യൂണിറ്റ്, ഇത് ചിമ്മിനിയുടെ നോർമൽ ഹൈറ്റിലെ കവറാണ്. ചിമ്മിനിയുടെ ഫ്ലെക്സിബിൾ ഓസ് മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോയി ഈ എക്സോസ്റ്റ് വഴി പോകുന്നു. ഇത് നമ്മൾ പറയുന്നത് ഷോ കിച്ചൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ മേളിൽ കയറി ഫ്ലെക്സിബിൾ ഓസ് പോകുന്നു. ഈ ഫ്ലെക്സിബിൾ ഓസ് കാണാതിരിക്കാൻ ആണ് ഈ താഴെ വരെ ആ യൂണിറ്റ്സും കൂടെ വരുന്നത്. അതായത് യൂണിറ്റ്സ് ഇത് നമ്മൾ പ്ലൈവുഡിലോ അല്ലെങ്കിൽ മൾട്ടിവുഡിലോ ചെയ്യുമ്പം യൂണിറ്റ് ഈ പാർട്ടും കൂടെ പാനൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് ഈ സീലിങ്ങിലൂടെ അകത്ത് പോയി എക്സോസ്റ്റ് പോകും. നമുക്ക് ഈ നോർമൽ കിട്ടുന്ന ചിമ്മിനിക്ക് ഉള്ള ഈ പാനലിൽ, ആ പാനലല്ലാതെ ഇങ്ങനെ അഡീഷണൽ പാനലും കൂടെ ഓർഡർ ചെയ്താൽ ഇത് ഒരു ഫുൾ ലെങ്തിലാണ് വരുന്നത്. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അഡീഷണൽ പാനൽ ഉണ്ടെങ്കിൽ ഈ ഫ്ലെക്സിബിൾ ഹോസ് കാണാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു എക്സ്റ്റൻഷൻ വെക്കുവാണെങ്കിൽ ഈ ഫ്ലെക്സിബിൾ ഹോസ് കാണത്തില്ല. ബാക്കിയുള്ള ഫ്ലെക്സിബിൾ ഹോസ് ഈ പാനലിൻ്റെ അകത്തൂടെ പോകും. ഈ 30 സെൻറ്റിമീറ്റർ ഇതുപോലെ തന്നെ നിലനിർത്തുന്നു. ഇതാണ് ഒരു ഓപ്ഷൻ. ഇനി ഈ സീലിംഗ് തന്നെ വീണ്ടും താത്ത് ഇങ്ങ് വരെ വേണമെങ്കിലും കൊണ്ടുവരാം. പക്ഷെ അത് ആർക്കിടെക്റ്റിന്റെ ഡിസൈനിലല്ല, ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. ഞാൻ ഒരു ഇത് താഴെ വരെ ഇപ്പം കസ്റ്റമർ ഒരു ഡിസ്കഷനുമായിട്ട് ആർക്കിടെക്റ്റോട് ഡിസ്കഷൻ, ഇത് താത്ത് വരുന്നു എന്ന് വിചാരിക്കുക. എക്സാമ്പിളാണ് പറഞ്ഞത്. താത്ത് വരുമ്പോഴും ഞങ്ങൾക്ക് നമ്മുടെ യൂണിറ്റിനകത്തൊരു ഇതെന്നാന്ന് പറഞ്ഞാൽ, ഇത് ഈ ഹുക്ക് ചെയ്താണ് ഈ സാധനം ഫിറ്റ് ആവുന്നത്. അതായത് ഈ യൂണിറ്റുകൾ പുറകിൽ ഇങ്ങനെ ഒരു ഹുക്ക് കാണും. അപ്പം ഈ ഹുക്കിലൂടെയാണ് ഈ യൂണിറ്റുകൾ വോളിലോട്ട് വരുന്നത്. അപ്പം നമുക്കൊരു 5 സെൻറ്റിമീറ്റർ മേളിലോട്ട് പൊക്കിയിട്ട് വേണം ഈ യൂണിറ്റുകൾ താക്കാൻ. അപ്പോൾ സീലിംഗ് മേള് വരെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ആദ്യം സീലിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ താഴെ വരെ ഫ്രെയിം എല്ലാം ചെയ്ത് ജിപ്സം ബോർഡ് എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്തിരുന്നൊരു 5 സെൻറ്റിമീറ്റർ കൂടെ താത്തിട്ട് വേണം നമുക്ക് ഈ യൂണിറ്റുകൾ ഹാങ് ചെയ്യാൻ, പൊക്കിയിട്ട് താക്കാൻ. അപ്പം അവിടെ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ വരുന്നുണ്ട്. അതായത് താത്ത് വരെ അതായത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ ലിൻഡലിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 210 സെൻറ്റിമീറ്റർ, 7 അടി. നമ്മൾ ഈ ലിൻഡലിൻ്റെ ഹൈറ്റിലാണ് ഇങ്ങനെ പിടിപ്പിച്ചു പോകുന്നത്. അപ്പം അതിൻ്റെ അവിടം വരെ സീലിംഗ്, ഇത് ഫോൾ സീലിങ്ങിൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോൾ സീലിങ്ങിൻ്റെ ചാനൽ ചെയ്ത് ജിപ്സം ബോർഡ് ചെയ്താൽ പിന്നെ ഇത് പിടിപ്പിക്കാൻ പ്രയാസമായിരിക്കും. ഇപ്പം നിലവിൽ നമ്മുടെ സൈറ്റിൽ ചെയ്തിരിക്കുന്നത് ഫ്ലോർ ഇരുന്ന് 240 സെൻറ്റിമീറ്ററാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഫ്ലോർ ഇരുന്ന് 240 സെൻറ്റിമീറ്ററിലാണ് ഈ സീലിംഗ് ബൾക്ക് ഹെഡ് തുടങ്ങുന്നത്. നമ്മുടെ വോൾ യൂണിറ്റിൻ്റെ ടോപ്പ് 210 സെൻറ്റിമീറ്റർ.
അപ്പം 210ഉം 240ഉം 30 സെന്റിമീറ്ററിന്റെ ഗ്യാപ്പ് ഉണ്ട്. ആ 30 സെന്റിമീറ്ററിന്റെ ഗ്യാപ്പിൽ ഈ ഫ്ലെക്സിബിൾ ഓസ് കാണാതിരിക്കാൻ അഡീഷണൽ പാനൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അഡീഷണൽ പാനൽ കൊടുത്ത് ഈ ഡക്ട് ഇതിലൂടെ അകത്തൂടെ പോകുന്നത് ചെയ്യാൻ പറ്റും. അപ്പോഴും ഈ 30 സെന്റിമീറ്ററിന്റെ ഗ്യാപ്പ് ഇങ്ങനെ തന്നെ നിൽക്കും. അതൊരു അഭംഗിയായിട്ട് തോന്നത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി ആർക്കിടെക്റ്റിന്റെയും സാറിന്റെയും ഈ പറഞ്ഞ ഡിസ്കഷനിലാണ് അത് ഫൈനലൈസ് ചെയ്യേണ്ടത്. എനിക്കത് പറയാനുള്ളൊരു അധികാരമില്ല. ആർക്കിടെക്റ്റാണ് അതിൻ്റെ ഫൈനൽ അതോറിറ്റി. സാറും ആർക്കിടെക്റ്റും കൂടെ സംസാരിച്ചിട്ട് അതിനൊരു ഫൈനലായിട്ടുള്ള ഡിസിഷൻ വരിക. നമുക്ക് ഇവിടെ പിന്നെ പറയുകയാണ്, ഈ ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. അപ്പം അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഫില്ല് ചെയ്യുമ്പോഴും ഈ വോളിയൂട്ടുകളെല്ലാം ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രണ്ടാമത്തെ കിച്ചൺ, ആ കിച്ചണിനകത്ത് സെയിം തന്നെ. ഞാൻ അതും കൂടെ ഒന്ന് മെയിൻ കിച്ചൺ ഈ സൈഡ് മെയിൻ കിച്ചൺ ഇതാണ് മെയിൻ കിച്ചൺ. മെയിൻ കിച്ചണിന്റെയും ഇതേപോലെ തന്നെ മെയിൻ കിച്ചണും ഇതേപോലെ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ 75 സെന്റിമീറ്ററിൻ്റെയാണ് ചിമ്മിനി. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മേളിൽ കൂടെയാണ് ഈ ബൾക്കറ്റിലൂടെയാണ് എക്സോസ്റ്റിൻ്റെ പൈപ്പ് പോകുന്നത്. ഞാനത് ഒന്നും കൂടെ ഈ ടോപ്പ് വ്യൂവിൽ കാണിക്കാൻ ശ്രമിക്കാം. ഈ ചിമ്മിനിയുടെ എക്സോസ്റ്റ് പോകുന്നത് ഇത് ഈ രീതിയിലാണ്. ഇതാണ് സെക്കൻഡ് കിച്ചണ്. സെക്കൻഡ് കിച്ചണിനകത്ത് ചിമ്മിനിയാണ് ഇത് കാണിക്കുന്നത്. ഈ ചിമ്മിനിയിൽ ഇരുന്ന് ഇത് കയറി ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് പോകും. ഞാനിത് സ്ട്രെയിറ്റ് ഇവിടെ കൊടുക്കാവുന്നതാണ് ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഇതിന്റെ നേരെ ഇവിടെ കൊടുക്കാം. അപ്പോൾ വീടിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. പൊതുവെ അങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും വരുന്നത്. വീടിന്റെ ഫ്രണ്ടിൽ വരുന്ന ഭാഗത്ത് ഈ ഫ്ലെക്സിബിൾ പൈപ്പിനകത്ത് ദൂരം കൊണ്ടുപോകാതെ അത് അവിടെ തന്നെ നമുക്ക് ഒരു എൻഡ് ഗ്യാപ്പൊക്കെ ഉണ്ട്. അതുവഴി പല്ലി കാര്യങ്ങളൊന്നും കയറാത്ത എൻഡ് ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്, വീടിന്റെ ഫ്രണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എൻഡ് ഗ്യാപ്പ് എന്തായാലും ഇതിൻ്റെ എല്ലാം പുറത്ത് വരുന്ന സ്ഥലത്ത് നമ്മൾ എൻഡ് ഗ്യാപ്പ് കൊടുക്കും. അപ്പോൾ പ്രാണികളോ അല്ലെങ്കിൽ ഇതൊന്നും കയറാതിരിക്കാൻ. അപ്പോൾ ഇതാണ് സെക്കൻഡ് കിച്ചണിനകത്ത് ഇങ്ങനെ പോകുന്നത്. ഫസ്റ്റ് കിച്ചണിനകത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലെക്സിബിൾ ഡക്റ്റിൻ്റെ ഡയറക്ഷൻ. അപ്പൊ ഇത് ഒരു ഇഷ്യൂ. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഈ ബൾക്കറ്റും അതേപോലെ നമ്മുടെ ഇതും തമ്മിൽ 30 സെന്റിമീറ്റർ ഈ ഗ്യാപ്പ് കാണും. ഓക്കെ സാറേ, സാർ ഇനി ഒന്ന് ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇത് തന്നെ അനൂപിനും അയച്ചു കൊടുക്കുന്നുണ്ട്. സാറ് രണ്ടുപേരും ഒന്ന് നോക്കിയിട്ട് ഞാൻ അവരുമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് സാറാണ് ഇനി സംസാരിക്കേണ്ടത്. അതൊന്ന് ഫൈനലൈസ് ചെയ്യണം.